ഞാനേ എൻ്റെ വെണ്ടയുടെ കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. ഞാൻ കാണിച്ചിരുന്നു 2 വെണ്ട നട്ടിട്ട് ഇഷ്ടംപോലെ വലിയ വെണ്ടയ്ക്ക കൊമ്പൻ വെണ്ടയ്ക്കയാണ് കിട്ടിയത്. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം പൊങ്ങി വളരെ പൊക്കത്തിലായതുകൊണ്ട് ഞാൻ വളച്ചൊന്ന് നിർത്തിക്കുവാണ്. കണ്ടോ, ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതിലൊരു 3-4 കായും കൂടെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വെണ്ടയെ പകുതി വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് മുറിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ ചുവട്ടിൽ പുതിയ ശിഖരങ്ങളുണ്ടായി വീണ്ടും നമുക്ക് അതിൽ നിന്ന് വെണ്ടയ്ക്ക പറിക്കാൻ കിട്ടും. ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. മുട്ടിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ പോലും കുഞ്ഞു ശിഖരങ്ങളുടെ ഇടയിൽ പോലും നമുക്ക് വെണ്ട പൂത്ത് നിൽക്കുന്നുണ്ട്. അത് ഒരെണ്ണം മതി. നമുക്കൊരു 2 വെണ്ടയ്ക്ക കിട്ടിയാൽ മതി. നമുക്ക് ഒരു കറി വയ്ക്കാനുള്ളത് കിട്ടും. അത്ര വലിയ വെണ്ടയ്ക്കയാണ് കൊമ്പൻ വെണ്ട. നിങ്ങൾ വെണ്ടയുടെ വിത്ത് വാങ്ങുവാണെങ്കിൽ കൊമ്പൻ വെണ്ട എന്ന് പറയുന്ന വിത്ത് തന്നെ പറഞ്ഞു വേണം നിങ്ങൾ വാങ്ങാനുള്ളത്. കണ്ടോ, കാച്ചു നിൽക്കുന്നത് കണ്ടോ. അതുപോലെ നിങ്ങൾ ഒരു വെണ്ടയെങ്കിലും, നിങ്ങളുടെ ഒരു വെണ്ടയുടെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ചുവട്ടിൽ കണ്ടോ ഇഷ്ടംപോലെ പൂക്കളും കായകളും വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് കയറി വലുതായി നമുക്ക് വെണ്ടയ്ക്ക അടർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു വെണ്ടയെങ്കിലും നട്ട് നിങ്ങൾ ഒന്ന് വിളവെടുക്കാൻ ശ്രമിക്കണേ.